ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ എൻഡിഎയിൽ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെഡിയുവും ബിജെപിയും തമ്മിലായിരുന്നു ചർച്ച നടന്നത്. ഇവിടെ നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചത് ഒറ്റ ഉടമ്പടിയാണ്. അത് ബിജെപി മത്സരിക്കുന്നതിനേക്കാൾ ഒരു സീറ്റ് അധികം വേണമെന്നാണ്. ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജെഡിയു പ്രഖ്യാപിച്ചതോടെ ബിജെപി കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതി. ഇതോടെ ബിജെപിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം 101ലേക്ക് എത്തി. ഒരു സീറ്റ് അധികം നൽകണം എന്ന നിതീഷ് കുമാറിന്റെ ആവശ്യം അവരുടെ സീറ്റ് നില 102ലും എത്തിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെഡിയു 115 സീറ്റുകളിലും ബിജെപി 110 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് മത്സരിച്ചത്. ജെഡിയുവിന് ഇക്കുറി 13 നിയമസഭാ സീറ്റ് നഷ്ടമായപ്പോൾ ബിജെപിക്ക് 9 എണ്ണം കൈവിടേണ്ടി വന്നു. രാഹുൽ ഗാന്ധി വലിയ സ്വാധീനം ചെലുത്തുന്ന തെരഞ്ഞെടുപ്പിൽ അത് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ലെന്ന് ബിജെപി പറയുന്നുണ്ട്. അതാണ് 9 സീറ്റ് കൈവിട്ടിട്ടും ബിജെപി മിണ്ടാതെ ഒരു മൂലക്കിരിക്കാൻ കാരണം എന്ന് കാണാം. പ്രധാനമന്ത്രി മോദി അടക്കമുള്ള നേതാക്കന്മാർ സീറ്റ് കുറഞ്ഞതിൽ നിരാശയിലാണെന്ന് ചില മാധ്യമങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. അതേസമയം ഇവിടെ ലോക് ജനശക്തി പാർട്ടിയുടെ നിലപാട് ബിജെപിയെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. തങ്ങൾക്ക് 40 സീറ്റ് വേണമെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നിലപാടെടുത്തപ്പോൾ 20ൽ ഒതുക്കാനാണ് ബിജെപിയും ജെഡിയുവും തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ ചെറിയ സഖ്യകക്ഷികളായ ജിതിൻ റാം മാഞ്ചിയുടെ HAMനും മുകേഷ് സാനിയുടെ VIP-ക്കും യഥാക്രമം 7, 11 സീറ്റുകൾ വീതം നൽകിയിരുന്നു. ഇത്തവണ ചെറു പാർട്ടികൾ NDAക്ക് കൂടുതൽ സീറ്റ് ചോദിച്ച് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ചിരാഗ് പാസ്വാൻ 40 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100% വിജയമാണ് ചിരാഗിന്റെ LJP-യുടെ ആവശ്യത്തിന് പിന്നിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 സീറ്റുകളിലും ചിരാഗിന്റെ പാർട്ടി വിജയം നേടിയിരുന്നു. അതിനാൽ സീറ്റുകളുടെ എണ്ണത്തിൽ മാന്യതയിൽ കുറഞ്ഞതൊന്നും തന്റെ പാർട്ടി സ്വീകരിക്കില്ലെന്ന് ചിരാഗ് പാസ്വാൻ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിതീഷ് കുമാറിന്റെ കാലങ്ങളായുള്ള കസേരയ്ക്ക് വേണ്ടിയുള്ള കാലുമാറ്റൽ ശ്രമം ഉയർത്തി ചിരാഗ് പാസ്വാൻ അനുയായികൾ മുഖ്യമന്ത്രി കസേരയും ലക്ഷ്യം വെക്കുന്നുണ്ട്. മാസങ്ങളായി പാസ്വാൻ സമ്മർദ്ദ തന്ത്രം പായിട്ടുന്നുണ്ട്. ബിജെപിയുമായി അടുപ്പമുണ്ടെങ്കിലും നിതീഷ് കുമാറുമായുള്ള പാസ്വാന്റെ ഭിന്നത ഇപ്പോഴും തുടരുകയാണ്. പാസ്വാൻ 40ൽ അധികം സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 20ൽ കൂടുതൽ സീറ്റുകൾ നൽകരുതെന്നാണ് നിതീഷ് കുമാറിന്റെ ജെഡിയു കർശന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം ജെഡിയു വോട്ട് ഭിന്നിപ്പിച്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് മേൽക്കൈ നേടിക്കൊടുത്തത് പാസ്വാനും കൂട്ടരുമാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷുമായുള്ള ഭിന്നതയെ തുടർന്ന് ചിരാഗ് പാസ്വാന്റെ പാർട്ടി 135 സീറ്റുകളിൽ തനിച്ച് മത്സരിച്ചിരുന്നു. അന്ന് ഒരു സീറ്റ് മാത്രമേ നേടാനായുള്ളൂ എങ്കിലും വോട്ട് വിഭജനം നിതീഷ് കുമാറിന്റെ ജെഡിയുവിന് വലിയ തിരിച്ചടിയായിരുന്നു. 243 നിയമസഭാ സീറ്റുകളുള്ള ബീഹാറിൽ സീറ്റ് നില അനുസരിച്ച് ജെഡിയുവിനേക്കാൾ മികച്ച ഒറ്റകക്ഷി ബിജെപിയാണ്. എങ്ങോട്ടും മുഖ്യമന്ത്രി കസേര ഉറപ്പായാൽ ചാടാൻ മടിക്കാത്ത നിതീഷ് കുമാറിന്റെ പ്രത്യേക സോഷ്യലിസ്റ്റ് രീതികൾ മുന്നണിയുടെ കെട്ടുറപ്പിനെയും ബാധിച്ചിട്ടുണ്ട്. തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് ശേഷമേ സീറ്റ് വിഭജനത്തിൽ NDA നേതൃത്വം പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയുള്ളൂവെന്നും പറയുന്നുണ്ട്. സഖ്യകക്ഷികളെ പിടിച്ചു നിർത്തുന്നതിനൊപ്പം മത്സരിക്കാൻ ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ പാർട്ടി മാറാൻ ശ്രമിക്കുന്ന നേതാക്കളെ തടയുകയാണ് ഈ തന്ത്രം ലക്ഷ്യമിടുന്നത്. NDAയുടെ ഭാഗമായിരുന്ന മുകേഷ് സാനിയുടെ വികാസ്ലീൽ ഇൻസാൻ പാർട്ടി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടി, ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ച, ജിതിൻ റാം മാഞ്ചിയുടെ HAM തുടങ്ങിയ പാർട്ടികൾക്കെല്ലാം കൂടി 40 സീറ്റ് എന്ന ധാരണയിൽ മുന്നോട്ടു പോകുന്ന ബിജെപി ഒറ്റയ്ക്ക് 40 വേണമെന്ന് പറയുന്ന ചിരാഗിനെ എങ്ങനെ മെരുക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്.